ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പ്രിൻസസ് കട്ട് ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ സാധാരണ ടോപ്പിന് മടക്കിയിടുന്ന പോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എല്ലാ ടോപ്പും ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിനും ചെയ്യേണ്ടത്. ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തോളർക്ക് 7 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഒരാളെ അളവിനനുസരിച്ച് ചെയ്യുക. അതുപോലെ ചെസ്റ്റ് വീതിൻ്റെ കൂടെ 2 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പെടുത്തത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് 1.5 അങ്ങനെയൊക്കെ എടുക്കാം. ഇനി ഇത് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി തോളർക്കത്തിൻ്റെ ഷേപ്പ് അടയാളപ്പെടുത്തുക. ഇനി അടുത്ത നിപ്പിൾ ലെങ്ത്താണ്. അത് 10 ഇഞ്ചാണ് എടുത്തത്. 10 ഇഞ്ചിനായിരിക്കും ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവുക. 4.25 ഇഞ്ച് ഞാൻ അതിൻ്റെ വീതി എടുത്തിട്ടുണ്ട്. അത് പ്രിൻസസ് കട്ട് ചെയ്യുന്ന ആ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. തോളർക്കത്തിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക്. വേസ്റ്റ് ലെങ്ത്തിന് 12.5 എടുക്കുക. നിപ്പിൾ ലെങ്ത്തിൻ്റെ അടുത്ത് ഞാൻ 4.25 ഇഞ്ചാണ് വീതി എടുത്തത്. അവിടെ 4.25 ആണെങ്കിൽ വേസ്റ്റ് ലെങ്ത്തിൻ്റെ അടുത്ത് 1/2 ഇഞ്ച് കുറച്ചിട്ട് എടുക്കണേ. 3.25 ഞാൻ താഴെടുത്തത്. ടോപ്പിൻ്റെ വേസ്റ്റ് വീതിയും ചെസ്റ്റ് വീതിയൊക്കെ അടയാളപ്പെടുത്തുക. രണ്ടിഞ്ചാണ് തയ്യൽ തുമ്പെടുത്തത്. അതിനുശേഷം നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഫുൾ ലെങ്ത്താണ് ഞാൻ എടുത്തത് ടോപ്പിൻ്റെ. അപ്പോൾ താഴെയും 18 ഇഞ്ചാണ് ഞാൻ എടുത്തത്. പ്രിൻസസ് കട്ടായതുകൊണ്ട് കുറച്ച് വീതിക്ക് എടുത്തിന്. 1 ഇഞ്ച് എടുത്തിട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ 10 ഇഞ്ച് നിപ്പിൾ ലെങ്ത്തും 12.5 ഇഞ്ച് വേസ്റ്റ് ലെങ്ത്തും എടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ 2.5 ഇഞ്ച് കൂട്ടിയിട്ട് വേണം താഴെടുക്കാൻ. ഇതിൻ്റെ കൂടെ 4.25 കൂടെ 2.5 ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഏറ്റവും താഴെ അടയാളപ്പെടുത്താൻ. അപ്പോൾ 6.25 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷേപ്പ് വരക്കാം. നമുക്ക് കട്ട് ചെയ്യേണ്ടതാണ്. ഇവിടുന്ന് നേരെ താഴേക്ക് നിപ്പിൾ അടയാളപ്പെടുത്തിയതിൻ്റെ അടുത്ത് നേരെ താഴേക്ക് 6.5 ഇഞ്ചിലേക്ക് വരക്കുക. അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും അതുപോലെ ഷേപ്പ് വരച്ചിട്ട് അടയാളപ്പെടുത്തുക. ഇതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പ് വരച്ചതിൻ്റെ അതിലേക്ക് കൂടി കട്ട് ചെയ്തെടുക്കുക. നിപ്പിൾ ലെങ്ത്തിൻ്റെ അടുത്തേക്ക് ഒരു 4 ഇഞ്ച് വീതം എടുത്തിട്ട് 1/2 ഇഞ്ച് വീതിക്ക് ഇതുപോലെ കട്ട് ചെയ്യണം. ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്യണം. തോളർക്ക് ഞാൻ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്യാൻ മറന്നു. ഇതാണ്. ഇപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ചിന് കട്ട് ചെയ്ത് കളയണം. ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് യോജിപ്പിച്ച നല്ലൊരു
ഷേപ്പ് കിട്ടും ആ തയ്ച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചേർത്ത് വെച്ച് തയ്ക്കണം. നമുക്ക് ഈ ഷേപ്പ് വരച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് നിവർത്തി വെച്ചാൽ ഇതുപോലെ കിട്ടും. ഇനി ഇതുപോലെ റൗണ്ട് ഭാഗം ഇതുപോലെ വെച്ചിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാൻ. റൗണ്ട് വരുന്ന ഭാഗം തന്നെ ചേർത്ത് വെക്കണേ, കട്ട് ചെയ്ത ഭാഗത്ത്. അങ്ങനെ എല്ലാ സൈഡിലും അതുപോലെ വെച്ച് തയ്ക്കുക. ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കുക. ബാക്കിയെല്ലാം സാധാരണ ടോപ്പിംഗ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. കൈ വെച്ച് കൊടുക്കുന്നതും പിന്നെ കഴുത്ത് കട്ട് ചെയ്യുന്നതും. ഇനി ഇവിടെ ഈ തയ്ച്ചതിൻ്റെ നല്ല വശത്തൂടെ നമുക്ക് പതിച്ച് തയ്ക്കാം. സ്റ്റിച്ച് ചെയ്തോട് ചേർത്ത് വെച്ചിട്ട് തയ്ക്കണേ. ഇതുപോലെ 2 വശവും ഞാൻ ചേർത്ത് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് കട്ട് ചെയ്യണം. ഞാൻ ഷോൾഡർ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഞാൻ ഷോൾഡർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കഴുത്തും കട്ട് ചെയ്ത് സാധാരണ ടോപ്പ് തയ്ക്കുന്ന പോലെ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ.